അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദി അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ 40 ഹദീസുകൾ എന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയുള്ള 3ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത്. ഹദീസിൻ്റെ പ്രാധാന്യവും അതിൻ്റെ മഹത്വവും ഹദീസുകളുമായി വിശ്വാസികൾ ബന്ധപ്പെടേണ്ടത് എങ്ങനെയാണ് എന്നതെല്ലാം 1ാമത്തെ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. 2ാമത്തെ ക്ലാസ്സിൽ ഗ്രന്ഥകാരനെക്കുറിച്ച്, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ജീവിതം, ഗ്രന്ഥമെഴുതാനുണ്ടായ സാഹചര്യം, അദ്ദേഹത്തിൻ്റെ മറ്റു ഗ്രന്ഥങ്ങൾ വളരെ ചെറിയ രൂപത്തിലാണ് നമ്മളത് മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം ക്രമപ്രകാരം നൽകിയ ഹദീസുകൾ വായിച്ചു തുടങ്ങുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഹദീസുകളെ ഗൗരവത്തിൽ കാണാനും പഠിക്കാനും ഇതൊരവസരമായി നമ്മളെല്ലാവരും ഉപയോഗിക്കണം. ഹദീസുകളെ അവഗണിക്കുന്ന, ഹദീസുകളെ പുച്ഛിച്ച് തള്ളുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എല്ലാ ഹദീസുകളെയുമല്ല, തങ്ങളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാത്ത, തങ്ങളുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഹദീസുകളെല്ലാം ദുർബലമാണ്, അത് ശരിയല്ല, അത് പിൽക്കാലഘട്ടത്തിൽ കടത്തിക്കൂട്ടിയതാണ് എന്നൊക്കെ വാദിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു അത്തരം ആളുകളിൽ നിന്നെല്ലാം നമുക്ക് സംരക്ഷണം നൽകുമാറാകട്ടെ. ഹദീസുകളെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ അൽ-അർബഊന നബവിയ്യ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ 1ാമത്തെ ഹദീസായി അദ്ദേഹം കൊണ്ടുവന്നത് ഏറെ പ്രസിദ്ധമായ ഹദീസാണ്. അൽ ഹദീസുൽ അവ്വൽ അൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടു. ഞാനത് വിശദീകരിക്കാം. എന്താണ് പ്രവാചക തിരുമേനി പറഞ്ഞത്? ഇന്നമൽ അഅമാലു ബിന്നിയ്യ വ ഇന്നമാ ലിഇംരിഹിം മാ നവ ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത് ഹിജ്റതുഹു ഇലദ്ദുനിയ യുസീബുഹാ അബി ഇംറഅത്തിൻ യതസവ്വജുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ധാരാളം തവണ കേട്ട ഹദീസാണ്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച ഹദീസാണിത്. സ്വഹീഹാണ് എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് വന്നാൽ അത് സ്വഹീഹാണ്, നമുക്കറിയാം. അത് വളരെ പ്രസിദ്ധമായ ഹദീസാണ് ഈ ഹദീസ് എന്ന് നമുക്കറിയാം. പലതവണ നമ്മൾ ഈ ഹദീസ് കേട്ടിട്ടുണ്ട്. ഹദീസിൻ്റെ പൂർണ്ണമായ രൂപം നമുക്കറിയില്ല എങ്കിലും അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ നമുക്കറിയാം. ഇന്നമൽ അഅമാലു ബിന്നിയ്യ, അത് പലതവണ കേട്ടവരാണ് നമ്മൾ. ഈ ഹദീസ് ഒട്ടനവധി സലഫുകളുടെ ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഹദീസിൻ്റെ പ്രത്യേകത, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ 40 ഹദീസുകളെ ക്രോഡീകരിച്ചപ്പോൾ അദ്ദേഹം 1ാമതായി കൊണ്ടുവന്നത് ഈ ഹദീസിനെയാണ്. അദ്ദേഹം മാത്രമല്ല, മറ്റു പല പണ്ഡിതന്മാരും അവർ ഗ്രന്ഥങ്ങൾ രചിച്ചപ്പോൾ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി
അതേപോലെ തന്നെ മറ്റു പല ആളുകളും അവരുടെയൊക്കെ ഹദീത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഒന്നാമതായി ഹദീത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഈ ഹദീത്ത് പ്രത്യേകതയുള്ളതാണ്. ഈ ഹദീത്ത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാണ്. അതുകൊണ്ടാണ് ഈ ഹദീത്തിനെ ഒന്നാമതായി പല ആളുകളും കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മളൊരു ഹദീത്ത് പഠിക്കുമ്പോൾ ഹദീത്തിൽ ആദ്യം നമ്മൾ വായിക്കുന്നത് റാവിമാരെക്കുറിച്ചാണ്, ഹദീസ് ഉദ്ധരിക്കുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ചൊരു ചെറിയ വിവരണം നമ്മൾ പഠിക്കണം. അപ്പോൾ ഈ ഹദീസ് ഉദ്ധരിച്ചത് ആരാണ്? മഹാനായ അബു ഹഫ്സ അഥവാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നമുക്കെല്ലാവർക്കും അറിയപ്പെട്ട, എല്ലാവർക്കും അറിയുന്നയാളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു കഴിഞ്ഞാലോ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി ഈ ഹദീസ് ഉദ്ധരിക്കുന്ന മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനം എത്രയാണ്? പരിശുദ്ധ ഇസ്ലാമിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം അതുള്ളയാളാരാ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കുന്നാ നഖൂലു വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹയ്യുൻ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ പറയാറുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഞങ്ങൾ പറയാറുണ്ട്. എന്താ പറയാറുള്ളത്? അഫ്ദലു ഉമ്മത്തി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദഹു അബൂബക്കറിൻ തുമ്മ ഉമർ തുമ്മ ഉസ്മാൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠനാരാ? നബിയാണ്. ഏറ്റവും ശ്രേഷ്ഠൻ നബിയാണ്. ആ നബി കഴിഞ്ഞാലോ ബഅദഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ അല്ലാഹുണ്ട് അതിനുശേഷം ആരാണ്? തുമ്മ ഉമർ, പിന്നെ ഉമറാണ്. തുമ്മ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് എന്ന് നബി ജീവിച്ചിരിക്കെ തന്നെ ഞങ്ങൾ പറയുമായിരുന്നു എന്നാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ തിരുത്തിയിട്ടില്ല, അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇസ്ലാമിലെ രണ്ടാമത്തെ വ്യക്തിയാണ് അബൂബക്കർ റളിയല്ലാഹു കഴിഞ്ഞാൽ പിന്നുള്ള ആളാരാ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ആണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഉമർ റളിയല്ലാഹുവിനെയൊക്കെ ഉസ്മാൻ റളിയല്ലാഹുവിനെയൊക്കെ മനസ്സിലാക്കൽ, അവരെക്കുറിച്ച് പഠിക്കുക, അത് സുന്നത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. മഹാനായ മസ്റൂഖ് അദ്ദേഹം പറയുന്നുണ്ട്, ഹുബ്ബി അബൂബക്കർ വ ഉമർ, ഉമറിനെയും അബൂബക്കറിനെയും ഒക്കെ സ്നേഹിക്കുന്നതും വമഅരിഫതു ഫദ്ലുഹുമാ മിനസ് സുന്ന, അവരുടെ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കുന്നതൊക്കെ സുന്നത്തിൽപ്പെട്ട കാര്യമാണെന്നാണ്. അത്രയും പ്രാധാന്യമുണ്ട് അതിന്, അത്രയും പ്രത്യേകതയുണ്ട് അതിന്. അതുകൊണ്ട് തന്നെയാണ് ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, അന്ന സലഫ്, തീർച്ചയായും സലഫുകൾ കാന യുഅല്ലിമൂന ഔലാദഹും ഹുബ്ബി അബീ ബക്കറിൻ വ ഉമർ, സലഫുകളായ ആളുകൾ അവരുടെ കുട്ടികളെ അവർ പഠിപ്പിക്കും. എന്താ പഠിപ്പിക്കുക? അബൂബക്കറിനെയും ഉമറിനെയും റളിയല്ലാഹു അൻഹും അവർ രണ്ടുപേരെയും സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കും. ഏതുപോലെ? കമാ യുഅല്ലിമൂന, അവരെ പഠിപ്പിക്കുന്നത് പോലെ വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത്, ഒരു അധ്യായം പഠിപ്പിക്കുന്നത് പോലെ അബൂബക്കറിനോടും ഉമറിനോടും റളിയല്ലാഹു അൻഹുമാ അവരോട് രണ്ടുപേരോടുമുള്ള സ്നേഹം, അവരെ എങ്ങനെ സ്നേഹിക്കണം എന്നതൊക്കെ എന്ത് ചെയ്യും? ഒരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ കുട്ടികളെ പഠിപ്പിക്കുമെന്നാണ്. അങ്ങനെയാണ് മുൻഗാമികൾ അവരെ കണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എനിക്ക് ശേഷം എൻ്റെ സ്വഹാബികളായ അബൂബക്കറിനെയും ഉമറിനെയും നിങ്ങൾ മാതൃകയാക്കുക എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വാചകാണത്. ഞാനിത് പറയുന്നത് എന്തിനറിയോ? നമ്മളൊരു ഹദീസ് പറയുമ്പോൾ അതിൻ്റെ റാവിനെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കണം. ഈ ഹദീസ് ഉദ്ധരിച്ച ആള് നിസാരക്കാരനല്ല, ഇസ്ലാമിലെ മൂന്നാമനാണ്. മാതൃകയാക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ടയാളാണ്. നബിനോട് പല ആളുകളും ചോദിക്കും, നബിയെ നിങ്ങൾക്ക് ദുനിയാവിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ്? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നുണ്ട്, ആയിഷയാണ് അല്ലേ, ആയിഷയാണ്. അപ്പോൾ അവർ ചോദിച്ചു, അല്ല ഫഖുൽതു മിനർ റിജാൽ, പുരുഷന്മാരുടെ കൂട്ടത്തിൽ ആരെയാണ്? അപ്പം നബി പറഞ്ഞു, അബൂഹ, അവരുടെ ഉപ്പയാണ്, പിതാവിനെയാണ്, അഥവാ അബൂബക്കർ തന്നെയാണ്. പിന്നെ ആരെയാണെന്ന് ചോദിച്ചു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുമ്മ ഉമർ ബിൻ ഖത്താബ്, ഉമർ റളിയല്ലാഹു അൻഹു ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ അള്ളാഹിൻ്റെ സ്ഥാനമാണ് ഈ ഹദീസുകളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. പ്രവാചകൻ പറയുന്നു, ലൗ കാന ബഅദി നബിയ്യുൻ ലകാന ഉമർ ബിൻ ഖത്താബ്, എനിക്ക് ശേഷം ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നെങ്കിൽ അതാരാകുമായിരുന്നു? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആകുമായിരുന്നു എന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു അത്രമാത്രം സ്ഥാനമാർക്കുണ്ട്
മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു ഒരു വഴിയിലേക്ക് പ്രവേശിച്ചാൽ ആ വഴിയിൽ നിന്ന് പിശാച് ഓടിപ്പോകുന്നതാണ് അല്ലേ. പ്രവാചകൻ പ്രാർത്ഥിച്ചൊരിക്കെ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ ബിഅഹബ്ബി ഹാദൈനി റജുലൈനി ഇലൈക ബിഅബി ജഹൽ ഔ ബി ഉമർ ബിൻ ഖത്താബ്. നബിയുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു. രണ്ടാളിൽ ഉമറിനെ കൊണ്ടോ അബൂജഹലിനെ കൊണ്ടോ ഉമറിനെ കൊണ്ടോ ഇസ്ലാമിന് കരുത്തു പകരണം എന്ന് പറഞ്ഞു. ഉമർ അള്ളാഹുവിൻ്റെ ഇസ്ലാം സ്വീകരണം നബിൻ്റെ പ്രാർത്ഥനൻ്റെ ഭാഗമാണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. നുബുവത്തിന് ശേഷം 6-ാം വർഷം 27-ാം വയസ്സിലാണ് ഉമർ അള്ളാഹു ഇസ്ലാം സ്വീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇസ്ലാം സ്വീകരണം മുസ്ലിങ്ങൾക്ക് കൂടുതൽ കരുത്ത് നൽകിയ ചരിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഉമർ അള്ളാഹിൻ്റെ മഹത്വമാണ്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. നമ്മൾ രണ്ടാമത്തെ ഹദീസും ഉദ്ധരിക്കുന്ന അദ്ദേഹമാണ്. ഈ ഗ്രന്ഥത്തിലെ രണ്ടാമത്തെ ഹദീസും അദ്ദേഹത്തിൽ നിന്ന് തന്നെയാണ് ഉദ്ധരിക്കുക. അപ്പം നമുക്ക് ഇൻഷാ അല്ലാഹ് ചില കാര്യങ്ങൾ നമുക്ക് അവിടെ പറയാം. അപ്പം ഹദീസ് ഉദ്ധരിക്കുന്ന റാവിനെ നമ്മളൊന്ന് ചെറുതായിട്ട് മനസ്സിലാക്കണം. ആരാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം, എന്താണ് ഇസ്ലാമിൽ, അദ്ദേഹം ഇസ്ലാമിന് ചെയ്ത സേവനങ്ങൾ എന്തൊക്കെയാണ്, അതൊന്ന് പഠിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താണ്. അപ്പോൾ ഈ ഹദീസിൻ്റെ പ്രയോഗം എങ്ങനെയാണ്? ഇന്നമല്ല അമാലു ബിന്നിയ്യ, നിശ്ചയമായും പ്രവർത്തനങ്ങൾ ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ ഹദീസ് ഉദ്ധരിച്ച ആരാ? ഉമർലാനാണ്. ഉമർലാന് പറഞ്ഞ വാചകം തസ്സമിഅതു, ഞാൻ കേട്ടു. ഈ ഹദീസിൽ ആദ്യത്തെ പ്രയോഗം ഞാൻ കേട്ടു എന്നാണ്. ആരിൽ നിന്ന് കേട്ടു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ കേട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ അതിന് പ്രത്യേകത ഉണ്ട്. സാധാരണ ഒരു ഹദീസുകളെ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇന്നയാളിൽ നിന്ന് ഇന്നയാൾ കേട്ടു അല്ലേ, ഇന്നയാളിൽ നിന്ന് ഇന്നയാൾ കേട്ടു, അയാൾ പറഞ്ഞത് ഞാൻ കേട്ടു. ഇവിടെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞതാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ കേട്ടു. നേരിട്ട് നബിയിൽ നിന്ന് കേട്ടതാരാ? ഉമർ റളിയല്ലാഹു ആണ്. അപ്പോൾ ആ ഹദീസിന് പ്രത്യേകത ഉണ്ട്, മഹത്വമുണ്ട് അതിന്. ഇത് പറയാൻ ഒരു സാഹചര്യം കൂടെ. ഉമർ റളിയല്ലാഹുവിൻ്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം ദീന് പഠിക്കുന്ന വിഷയത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തും കൂടെ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്താണ് ദീനും ദുനിയാവും കണ്ടെത്തിയത്. അഥവാ ഒരാളൊരു ദിവസം ജോലിക്ക് പോകും, ഒരാളോ അയാൾ ദർസിൽ പോകും, നബിൻ്റെ സദസ്സിൽ പോകും. ജോലിക്ക് പോയ ആൾ അയാൾക്ക് അന്ന് കിട്ടുന്ന കൂലിയുടെ പകുതി നബിൻ്റെ സദസ്സിൽ പോയ ആൾക്ക് കൊടുക്കും. നബിൻ്റെ സദസ്സിൽ പോയ ആളോ അയാൾക്ക് അന്ന് നബിയുടെ സദസ്സിൽ നിന്ന് കിട്ടിയ മുഴുവൻ വിജ്ഞാനം എന്ത് ചെയ്യും? ജോലിക്ക് പോയ ആൾക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരു ഇടപാട് രണ്ടാളുകൾ തമ്മിൽ, ഉമർ റളിയല്ലാഹു വേറെ ആൾ തമ്മിൽ എന്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഹദീസ് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പഠിപ്പിക്കുമ്പോൾ ആര് എവിടെ ഉണ്ട്? ഉമർ റളിയല്ലാഹു ആ സദസ്സിലുണ്ട്. അതുകൊണ്ടാണ് സമിഅതു, ഞാൻ കേട്ടു എന്ന് പറയുന്നത്. മനസ്സിലായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് ഉമർ റളിയല്ലാഹു നേരിട്ട് കേട്ട ഹദീസാണ്. എന്താ കേട്ടത്? ഇന്നമല്ല അമാലു ബിന്നിയ്യ, നിശ്ചയമായും പ്രവർത്തികൾ, അമാലുകൾ നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഇബാദത്തായ പ്രവർത്തനങ്ങളുണ്ട്, ആദത്തായ പ്രവർത്തനങ്ങളുണ്ട് എന്നാ പറയാം. ഇബാദത്തായ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കെല്ലാവർക്കും അറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ കൽപ്പിച്ച പ്രവർത്തികൾ, ഇബാദത്തുകൾ. ആദത്ത് എന്താ? നാട്ടു നടപ്പാണ്. നമ്മുടെ നാട്ടിൽ കുറേ, ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നു, ഒരു കോഴീനെ അറുക്കുക, ഒരു ആദത്താണ്. ഒരു ഭക്ഷണം ഉണ്ടാക്കിയ ഒരു ആദത്താണ്. അതിഥിയെ സൽക്കരിക്കുക. കോഴീനെ അറുക്കാതെ അതിഥിയെ സ്വീകരിക്കുക പ്രശ്നമുണ്ടോ? ഇല്ല. പക്ഷെ സാധാരണ അങ്ങനെ ചെയ്യുന്നു. അതിഥികൾ വരുമ്പോൾ നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നു, നല്ല രീതിയിൽ അവരെ സൽക്കരിക്കുന്നു. അതിലൊക്കെ പുണ്യമുള്ള വശങ്ങളുണ്ട്, ഇൻഷാ അല്ലാഹ് പറയും. അപ്പം സാധാരണ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ ഇബാദത്തായതുണ്ട്, ആദത്തായതുണ്ട്. ഇതിൽ ഇബാദത്തിൻ്റെ കാര്യത്തിൽ നിയ്യത്ത് എന്താണ്? അനിവാര്യമാണ്. ഇബാദത്താണോ? നിയ്യത്ത് ഉണ്ടാവണം. കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ നിയ്യത്ത് നിർബന്ധമാണ്. അതാണ് ഇന്നമല്ല അമാലു ബിന്നിയ്യ, നിശ്ചയമായും പ്രവർത്തികൾ നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആദത്തിന് നിയ്യത്ത് ആവശ്യമല്ല. ആദത്തായ ഒരു കാര്യം ചെയ്യാൻ എന്തിൻ്റെ ആവശ്യമില്ല? നിയ്യത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ പ്രതിഫലം ലഭിക്കണോ? എന്തു വേണം? അതിന് നിയ്യത്ത് ഉണ്ടായിരിക്കണം. നിയ്യത്തില്ലാത്ത ഒരു കാര്യത്തിന് എന്തില്ല? കൂലി ഉണ്ടാവില്ല, പ്രതിഫലം ഉണ്ടാവില്ല. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുക എന്ന ഉദ്ദേശമുണ്ടെങ്കിലാണ് എന്ത് ചെയ്യുക? ഒരു കർമ്മം അത് പ്രതിഫലാർഹമായി വരുന്നത്. ഞാൻ ഉദാഹരണങ്ങൾ പറയാം. ഒരാൾ വലിയ അശുദ്ധിയുള്ള ആളാണ്, ജനാബത്ത് കുളിക്കണ ആൾ. ഒരാൾ വലിയ അശുദ്ധിക്കാരനായി അയാൾ കുളിക്കുന്നുണ്ട്. എന്നാൽ അയാൾ കുളിക്കുമ്പോൾ വലിയ അശുദ്ധി നീക്കം ചെയ്യുന്നതിനാണ് കുളിക്കുന്നത് എന്ന നിയ്യത്ത് അയാൾക്കില്ല. ഞാൻ പറഞ്ഞത് ശരിക്കും മനസ്സിലാക്കണം. ഒരാൾ ജനാബത്തുകാരനായി
ജനാപത്തുണ്ടായ മനുഷ്യൻ എന്ത് ചെയ്യണം? ആ ജനാപത്തിൽ നിന്ന് ശുദ്ധിയാകാൻ കുളിക്കണം. ഇവിടെ അയാൾ കുളിക്കുന്നുണ്ട്, പക്ഷെ കുളിക്കുമ്പോൾ അയാൾക്ക് എന്ത് ഉദ്ദേശമല്ല? വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ വേണ്ടി, ജനാപത്തിൽ നിന്ന് ശുദ്ധിയാകാൻ വേണ്ടിയാണ് ഞാൻ കുളിക്കുന്നത് എന്ന നിയ്യത്ത് അയാൾക്കില്ലെങ്കിൽ അയാളുടെ കുളി ശരിയാകും. പക്ഷേ അയാളുടെ നിസ്കാരം സ്വീകരിക്കോ? അയാൾ കുളിച്ചു, ശരിയാണ്, അയാൾ ശുദ്ധിയായിട്ടുണ്ട്. പക്ഷെ എന്ത് ശുദ്ധിയായിട്ടില്ല? ഇസ്ലാം പഠിപ്പിച്ച വലിയ അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധിയായിട്ടില്ല. കാരണം എന്താ? വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകണമെങ്കിൽ കുളിക്കുമ്പോൾ അയാൾക്ക് എന്താണ്? നിയ്യത്തുണ്ടാകണം. എന്താ നിയ്യത്ത്? വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ വേണ്ടിയാണ് ഞാൻ കുളിക്കുന്നത് എന്ന ഉദ്ദേശ്യം അയാൾക്ക് ഉണ്ടാകണം. അപ്പം നിയ്യത്തില്ലാതെ ഒരാൾ ജനാപത്തുകാരൻ കുളിച്ചു, എന്നിട്ട് അയാൾ നിസ്കരിച്ചു, അയാളുടെ നിസ്കാരം സ്വീകരിക്കൂല, അയാളുടെ നമസ്കാരം എന്ത് ചെയ്യില്ല? സ്വീകരിക്കൂല. അപ്പം നിസ്സാരമായ കാര്യമല്ല, നിയ്യത്ത് അനിവാര്യമാണ്. അതേപോലെ ഒരാൾ നമസ്കാരത്തിനായി വുദു ചെയ്തു, നമസ്കാരത്തിനായി വുദു ചെയ്യുന്നത് പോലെ ശരീരത്തിലെ അവയവങ്ങളൊക്കെ അയാൾ കഴുകി, വുദുവിൻ്റെ ആ രൂപം ഉണ്ടല്ലോ അതൊക്കെ അയാൾ ചെയ്തു. എന്നാൽ അയാൾ വുദു ചെയ്യുന്നതായി നിയ്യത്ത് ചെയ്തിട്ടില്ല, ഞാൻ വുദു എടുക്കുകയാണെന്നുള്ള നിയ്യത്ത് അയാൾക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിലോ വുദു ശരിയാകാത്തതിനാൽ അയാളുടെ നിസ്കാരം ശരിയാകൂല. കാരണം ലാ സ്വലാത്ത ലിമൻ ലാ വുദു അലഹു, വുദു ഇല്ലാത്തവന് നിസ്കാരമല്ല. ആ വുദു ശരിയാകണമെങ്കിൽ നിയ്യത്ത് ഉണ്ടാകണം. മനസ്സിലായില്ലേ? അപ്പം നിയ്യത്ത് എന്ന് പറയുന്നത് ഗൗരവമുള്ള വിഷയമാണ്. ഓരോ പ്രവൃത്തിയും അത് സ്വീകരിക്കപ്പെടുന്നതാണോ നിഷ്ഫലമാകുന്നതാണോ എന്ന് തീരുമാനിക്കുന്നത് നിയ്യത്തിനെ പരിഗണിച്ചിട്ടാണ്. നിയ്യത്ത് ശരിയായില്ലെങ്കിൽ പ്രവർത്തിക്കുന്ന കർമ്മം നിഷ്ഫലമാകും. അത് അല്ലാഹുവിൽ എന്തില്ല? സ്വീകരിക്കൂല എന്നർത്ഥം. ഈ ഹദീസിൻ്റെ ആകത്തുക ഇതാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യ വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. ഒരു മനുഷ്യൻ എന്താണോ ഉദ്ദേശിച്ചത് അത് അയാൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ കൂടുതൽ വിശദീകരണങ്ങൾക്കൊന്നും പോകാതെ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഈ ഹദീസ് എന്താ പഠിപ്പിക്കുന്നത്? ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിലെ നിയ്യത്തിൻ്റെ ഹദീസാണല്ലോ ഹദീസുൽ അവ്വൽ. അതിലെന്താ പറയുന്നത്? മനുഷ്യന്മാരുടെ പ്രവർത്തികൾ നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. മനുഷ്യന്മാരുടെ പ്രവർത്തികൾ രണ്ടെണ്ണം, അത് ആദത്തായതുണ്ട്, ഇബാദത്തായതുണ്ട്. അപ്പോൾ ഇബാദത്തിനെയും ആദത്തിനെയും വേർതിരിക്കുന്ന ഘടകം എന്താ? നിയ്യത്താണ്. കാരണം ആദത്തിന് പതിവായി ചെയ്യുന്ന നാട്ടു നടപ്പിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിയ്യത്തിന് ആവശ്യമില്ല. എന്നാൽ ഒരു ഇബാദത്താണ് ചെയ്യുന്നത് എങ്കിൽ അതിന് എന്താവശ്യമുണ്ട്? നിയ്യത്ത് ആവശ്യമുണ്ട്. അതിനാണ് ഞാൻ ജനാപത്തുകാരൻ്റെ കുളി, അതേപോലെ തന്നെ വുദു, ഇതൊക്കെ ഞാൻ ഉദാഹരണമായി പറഞ്ഞത്. ഇനിയോ ഓരോ വ്യക്തിക്കും അവനവൻ്റെ നിയ്യത്ത് അനുസരിച്ചാണ് എന്ത് പ്രതിഫലം ലഭിക്കുക. ഒരാൾ വുദു ചെയ്യുകയാണ്, നിയ്യത്ത് ചെയ്തുകൊണ്ട് വുദു ചെയ്തു. നമസ്കരിക്കുകയാണെന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് നിസ്കരിച്ചു. എന്നാൽ അയാൾ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് നിസ്കരിച്ചതെങ്കിലോ? നോക്കിങ്ങൾ, അയാൾ വുദു ചെയ്തെന്താണ്? എനിക്ക് ഞാൻ വുദു എടുക്കുകയാണ്, ഞാൻ നിസ്കരിക്കുകയാണ്, അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കണം. പക്ഷെ അതിൻ്റെ കൂടെ അയാൾക്ക് എന്തുദ്ദേശമുണ്ട്? ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. യുറാഊന നാസ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പം അയാൾക്ക് പ്രതിഫലം ലഭിക്കൂല. അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും പ്രതിഫലവും ആഗ്രഹിച്ച് നമസ്കരിച്ചാൽ മാത്രമാണ് എന്ത് ചെയ്യുക? അയാൾക്ക് പ്രതിഫലം ലഭിക്കുള്ളൂ. അപ്പം നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഒരു വലിയ അധ്യായമാണ്, വലിയ ഭാഗമാണ്. അവിടെ നമ്മുടെ കർമ്മത്തെ പൊളിച്ചു കളയുന്ന പല കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് ഇഖ്ലാസോടുകൂടെ ഞാൻ ഈ കർമ്മം റബ്ബിൻ്റെ തൃപ്തി ആഗ്രഹിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് ഉദ്ദേശിച്ചാണ് ചെയ്യുന്നത്. വേറൊരു താല്പര്യം എനിക്കില്ല, ആരെയും കാണിക്കാനല്ല, ആരെയും ബോധ്യപ്പെടുത്താനല്ല. ഇതിൻ്റെ കൂലി തരേണ്ടത് ആര്? അള്ളാഹുവാണ്. റബ്ബെനിക്ക് നൽകണം. ഇൻഷാ അല്ലാഹ്, അള്ളാഹുവെ നീ എന്നിൽ നിന്ന് സ്വീകരിക്കണം. ഒരു കർമ്മം ചെയ്യുമ്പോൾ ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട നിലപാടിതാണ്. ഇനി ഒരാൾ ഒരു നന്മ ചെയ്യാൻ നിയ്യത്താക്കി, ഒരാൾ നന്മ ചെയ്യാൻ തീരുമാനിച്ചു, അതിന് വേണ്ട കാരണങ്ങൾ ചെയ്യുകയും എന്നാൽ ന്യായമായ കാരണങ്ങൾ കൊണ്ട് അതിന് സാധിക്കാതെ വരികയും ചെയ്തു. ഒരാൾ നന്മ ചെയ്യാൻ വിചാരിച്ചു, അയാൾക്ക് ചെയ്യാൻ പറ്റിയില്ല, അവസരം കിട്ടിയില്ല. അങ്ങനെയാണെങ്കിലോ അയാൾക്ക് ആ നന്മ ചെയ്ത കൂലിയുണ്ട്. കാരണം അയാൾക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയും തിന്മയും രേഖപ്പെടുത്തും. ഇന്നല്ലാഹ കതബൽ ഹസനാതി വസ്സയ്യിഅ. നന്മയും തിന്മയും അല്ലാഹു രേഖപ്പെടുത്തുന്നതാണ്. എങ്ങനെ രേഖപ്പെടുത്തുന്നത്? സുമ്മ ബയ്യന ദാലിക്, പിന്നെ അത് വിശദീകരിച്ചു. ഫമൻ ഹമ്മ ബിഹസനത്തിൻ ഫലം യഅമൽഹാ കതബ അല്ലാഹു ലഹു ഇൻദഹു ഹസനത്തുൻ കാമില. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഒരാൾ നന്മ ചെയ്യാൻ വിചാരിച്ചു, പക്ഷെ അയാളത് ചെയ്തില്ല എങ്കിൽ അല്ലാഹു അതൊരു പൂർണ്ണ നന്മയായിട്ട് രേഖപ്പെടുത്തും. അയാൾക്ക് നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട്, മനഃപൂർവ്വം ചെയ്യാതിരുന്നാൽ അതിന് സാഹചര്യം കിട്ടിയില്ല. ഇനിയോ ഫഇൻ ഹുവ ഹമ്മ ബിഹാ ഫഅമിലഹാ കതബ അല്ലാഹു ലഹു ഇൻദഹു 10 ഹസനാത്തിൻ. ഒരാൾ നന്മ ചെയ്യാൻ വിചാരിച്ചു,
അയാൾ ആ നന്മ ചെയ്താൽ 10 നന്മ മുതൽ 10 ഇരട്ടി ആയിട്ട് എന്ത് ചെയ്യും? ആ നന്മയെ രേഖപ്പെടുത്തും. ഏതുവരെ? 70 ഇരട്ടി വരെ, 700 ഇരട്ടി വരെ. അത് അയാളുടെ ഉദ്ദേശത്തിനനുസരിച്ചാണ്. അതേപോലെ തിന്മ ചെയ്യാൻ വിചാരിച്ചു, തിന്മ അയാൾ ചെയ്തില്ല എങ്കിൽ നന്മയായി രേഖപ്പെടുത്തും. ഒരാൾ തിന്മ ചെയ്യാൻ വിചാരിച്ചു, തിന്മ ചെയ്തു എങ്കിൽ അത് ഒരു തിന്മയായിട്ട് രേഖപ്പെടുത്തുന്നതാണ്, ഒരു തിന്മയായിട്ട് രേഖപ്പെടുത്തും. അപ്പോൾ സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളുടെ ബേസ് എന്താ? അടിസ്ഥാനം എന്താ? അയാളുടെ ഉദ്ദേശത്തിനനുസരിച്ചാണ്, അയാളുടെ നിയ്യത്തിനനുസരിച്ചാണ്. മനസ്സിലായില്ലേ? അപ്പം നമ്മളെ നിയ്യത്ത് എന്ത് ചെയ്യണം? നമ്മൾ നന്നാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ദുനിയാവ് 4 ആളുകൾക്കാണ്. ഒരാൾക്ക് അല്ലാഹു സമ്പത്ത് നൽകി, ഇൽമ് നൽകി. അല്ലാഹു ഒരാൾക്ക് സമ്പത്തും ഇൽമും നൽകി. ആ ഇൽമു കൊണ്ട് അയാൾ എന്ത് ചെയ്തു? അള്ളാഹിനെ സൂക്ഷിച്ചു. അയാൾക്ക് കിട്ടിയ സമ്പത്ത് കൊണ്ട് അയാൾ കുടുംബ ബന്ധം ചേർത്തു. അങ്ങനെ കൃത്യമായിട്ട് അയാൾ ചെയ്തു. അങ്ങനെയാണെങ്കിലും അയാൾക്ക് പരലോകത്ത് കൂലി കിട്ടും, അതിൻ്റെ അജ്റ് കിട്ടും. എന്നാൽ അത് ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. തൻ്റെ അറിവ് കൊണ്ട് അള്ളാഹിനെ സൂക്ഷിച്ചു, തൻ്റെ സമ്പത്ത് കൊണ്ട് എന്ത് ചെയ്തു? കുടുംബ ബന്ധമൊക്കെ നിർവഹിച്ചു, ബാധ്യതകളൊക്കെ അയാൾ നിർവഹിച്ചു. വേറെ ആൾക്ക് അല്ലാഹു വിജ്ഞാനം നൽകി, സമ്പത്ത് നൽകിയില്ല. അങ്ങനെ അയാൾ നിയ്യത്തിൽ സത്യസന്ധത പാലിച്ചു. അയാൾ പറയണം, എനിക്ക് സമ്പത്ത് ലഭിച്ചിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ ചെലവാക്കുമായിരുന്നു. അയാൾ നല്ല മനുഷ്യനാണ്, പക്ഷെ അയാൾക്ക് സമ്പത്തില്ല. ആ സമ്പത്തില്ലാത്തയാൾക്ക് അയാൾ ചെയ്ത മുഴുവൻ ആ സമ്പത്തുണ്ടാകുമ്പോൾ ചെയ്യുന്ന നന്മയുടെ കൂലി ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു ഹദീസ് നബി പറഞ്ഞു, ഇന്ന ബിൽ മദീനത്തി ലരിജാലൻ മസിർതും മസീറ വലാ ഖതഅതുൻ വാദിയൻ ഇല്ലാ കാനൂ മഅകും ഹസബഹുൽ ബറദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പോകുകയാണ്. അപ്പം നബി പറയണം, മദീനയിൽ ചില ആൾക്കാരുണ്ട്, അവർ മദീനയിലാണ്, അവർ നമ്മുടെ കൂടെ യുദ്ധത്തിനില്ല. എന്നാൽ സ്വഹാബികളെ, നിങ്ങൾ ഒരു മലയും താണ്ടിക്കടന്നിട്ടില്ല, നിങ്ങൾ ഒരു മരുഭൂമിയും മുറിച്ചു കടക്കുന്നില്ല. നിങ്ങളെപ്പോലെ അവർക്കും പ്രതിഫലമുണ്ട്. അവർക്ക് വരാൻ ആഗ്രഹമുണ്ട്, പക്ഷെ രോഗമാണ് അവരെ തടഞ്ഞത്. നോക്കി, നിങ്ങൾ നല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ആ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഹദീസ് പഠിക്കുമ്പോൾ നമ്മുടെ നിയ്യത്തിനെ നമ്മൾ നന്നാക്കുക. ഒന്ന്, ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കണം. ഒന്നാമത്തെ കാര്യം എന്താ? നമ്മുടെ ഏതൊരു കർമ്മത്തിന് നിയ്യത്ത് വേണം. നിസ്കാരാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, ഹജ്ജാകട്ടെ, എന്താകട്ടെ, എല്ലാ കർമ്മങ്ങൾക്കും ഒരാളെ സഹായിക്കണം. അവിടെ നമുക്ക് ഉദ്ദേശം ഉണ്ടാകണം, അള്ളാഹിൻ്റെ അടുത്ത് കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നിയ്യത്ത് നാവ് കൊണ്ട് പറയണോ? അതിൻ്റെ ആവശ്യമില്ല. മനസ്സിൽ നിയ്യത്ത് നബ എന്ന് പറഞ്ഞാൽ കരുതി എന്നർത്ഥം. കരുതിയത് വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. നാവ് കൊണ്ട് പറയേണ്ടത് ഹജ്ജിനും ഉംറക്കുമാണ്. അത് നാവ് കൊണ്ട് നബിയുടെ മാതൃക കണ്ട്. ബാക്കിയുള്ള നിസ്കാരാകട്ടെ, ഇപ്പം ചില ആൾക്കാരൊക്കെ ഉസല്ലി അങ്ങനെ ഒരു ആവശ്യമില്ല. നബൈതു സൗമാഗതി എന്ന് പറഞ്ഞ നോമ്പിന് നിയ്യത്ത്. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് അത്തരം കാര്യങ്ങൾ ബിദ്അത്താണ്, പാടില്ലാത്ത കാര്യം. നാവ് കൊണ്ട് ഉച്ചരിക്കുന്നത് അത് പാടില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. മനസ്സിൽ കരുതുന്നതിനാണ് നിയ്യത്ത് എന്ന് പറയാം. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഈ ഹദീസിൻ്റെ ആശയം ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നബി പറഞ്ഞത് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യ, നിശ്ചയമായും കർമ്മങ്ങൾ അത് നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു മനുഷ്യൻ എന്താണോ വിചാരിക്കുന്നത് അതാണ് അയാൾക്കുള്ളത്. ഒരാൾ ഹിജ്റ പോകുന്നത് ഫമൻ കാനതി ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലി. ഒരാൾ അല്ലാഹുവിലേക്ക് റസൂലിലേക്കാണ് ഹിജ്റ പോകുന്നതെങ്കിൽ അവൻ്റെ ഹിജ്റ അല്ലാഹുവിലേക്ക് റസൂലിലേക്കുമാണ്. അവൻ്റെ ഉദ്ദേശം അല്ലാഹു റസൂലാണെങ്കിൽ അതിലേക്കാണ് അവൻ എത്തിച്ചത്. എന്നാൽ ഒരാൾ ദുനിയാവ് കിട്ടാൻ വേണ്ടിയിട്ട്, ദുനിയാവിലെ സൗകര്യങ്ങൾ, ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ വേണ്ടി അങ്ങനെയാണ് ഒരാൾ പോകുന്നത് എങ്കിലോ അവൻ ഉദ്ദേശിച്ചതിലേക്കാണ് അവൻ്റെ ഹിജ്റ. ഇതാണ് ഈ ഹദീത്തിൻ്റെ ആശയം. അതുകൊണ്ട് ഈ ഹദീത്ത് നമ്മൾ പഠിക്കുക. ഏറ്റവും പ്രാധാന്യമുള്ള ഹദീത്താണെന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീന് സത്യസന്ധമായി പഠിക്കുന്ന, അത് കൃത്യമായി വിശദീകരിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുണ്ട്, അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഅ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.